അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സ്വന്തം നേഴ്സറിയിലാണ്, നമ്മളെ സ്വന്തം നേഴ്സറിയും സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് അതുപോലെ തന്നെ ഇതുണ്ടെങ്കിൽ പുല്ലെല്ലാം പറിച്ച് ഇവിടെ ഇടുന്നതാണ്. ഉണ്ടോ, ഇതിപ്പം നേഴ്സറിയിലാണ് ഫുൾ പണി. പുല്ലെല്ലാം പറിച്ച് ഇത് ജൈവവളമാക്കി ഇടുക, ഇതൊരുത്തേ കൂട്ടി വെക്കുന്ന. അതുപോലെ തന്നെ ഇത് കുറുവൻ തൈയാണ്. ഇതിപ്പോൾ ഒരു കൊല്ലായിക്കാളും വെച്ചിട്ട് ഈ ഞാൻ പുല്ലുമൊക്കെ പറിച്ച് ഇനിയിപ്പം ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ട് അതിൻ്റെ മേലെ ദേശം എല്ലും പൊടിയെല്ലാം ഇട്ട് 4 പുറം തറച്ച് താത്തിയിട്ട് ഇപ്പം നേഴ്സറിയിൽ നമുക്ക് ഇങ്ങനത്തെ കുറുവൻ തൈ ഇപ്പം നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ 3-4 കുറുവൻ തൈയും വെക്കുക. വെച്ചാൽ നേഴ്സറി മക്കളിൽ നിന്നും പറിക്കും, അതിനും വല്ല കുറ്റി അടുത്തെങ്കിലും തൈയും വെക്കുക. അപ്പോൾ ഇങ്ങനെ ചാണകപ്പൊടി ഇട്ടിട്ട് 4 പുറയെന്ന് തറച്ച് താത്തി പിന്നെ എല്ലും പൊടിയും ലേശം പാച്ചം പോസം അതിന് ലേശം അതും ഇടുക. എന്നാൽ ഇങ്ങനത്തെ നിങ്ങൾക്ക് ഒരു 5 സെൻറ്റ് എല്ലാം ഉണ്ടായി ഇങ്ങനത്തെ ഒരു 3-5 കൊല്ലം വെച്ചാൽ കുറ്റി അടുത്തെങ്കിലും തൈയും വെക്കുക. അതിൻ്റെ അങ്ങനെ വെച്ചിട്ട് മഴുപ്പ് നല്ലോണം ആദായങ്ങൾ ഉണ്ടാക്കും. ഇതുണ്ടെങ്കിൽ ഞാൻ വള്ളി ഇതൊക്കെ പുല്ലെല്ലാം പറിച്ച് നല്ല കണ്ടീഷൻ ആക്കിയിട്ട് ഇതുണ്ടെങ്കിൽ ചെറിയ വള്ളി ഇതെല്ലാം നേഴ്സറിയിൽ ഒരു തോട്ടം പോലെ ആക്കിക്കാം. ഞാൻ പറിക്കുന്ന ഇതുണ്ടെങ്കിൽ ഇതൊരു വള്ളിയാണ്. ഇപ്പം കുഴിച്ചിട്ട് 6 മാസമായിക്കാളും മുരിങ്ങാക്കായാലും ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ മേലിട്ട് നമ്മൾ പുല്ലുമെല്ലാം നല്ലോണം പറിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ട് എന്ത് ചെയ്യുക, 4 മണ്ണെല്ലാം ഇട്ട് കൊടുത്തിട്ട് വേഗത്തിൽ 1.5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് കായ് ഫലം കിട്ടും. അതുപോലെ തന്നെ കുറുവൻ തൈ ഇതുണ്ടെങ്കിൽ ഇത് എൻ്റെ നേഴ്സറിയിൽ സഞ്ചിയിലാക്കി വെച്ചതാണ്. ഇതുണ്ടെങ്കിൽ വലിയ ഇതിപ്പോൾ ആരെങ്കിലും ഒന്ന് വന്നാൽ ഒരിക്കങ്ങ് വണ്ടിയുമല്ല സൈക്കിളുമല്ലങ്ങ് വെച്ച് കൊടുക്കും. ഇതൊരു കുറുവൻ തൈയാണ്. ഇതങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഒരു കുഴിച്ചിട്ട് ഒരൊത്ത കുഴി അതിയാറ് ഇത് ചാണകപ്പൊടി ഇട്ട് അങ്ങ് വെക്കുന്ന 2 കൊല്ലം കൊണ്ട് ഇവൻ നമുക്ക് കായ് ഫലം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തിട്ട് ഞാൻ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം കൃഷി ചെയ്യുക. കൃഷി ചെയ്താലും നമുക്ക് നല്ല എപ്പോൾ ഒരു ഉന്മേഷവും കാര്യങ്ങളും നമുക്ക് 2 സെൻറ്റിലുള്ള കൃഷി ചെയ്താലും നമുക്ക് ഒരു ഉന്മേഷവും കാര്യമില്ല. ആ സൈലിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കും. വേറെ ഒന്നിലും നമുക്ക് ഒരു കൊശുവും കാര്യമൊന്നും കണ്ടെത്തുവാനാവില്ല. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുക, കൊശു ഓരോന്നും നമ്മൾ ആനന്ദം കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനെയെല്ലാം തന്നെയാണ് നമുക്ക് ഏറ്റവും ഉത്തമം. നിങ്ങൾ ഈ പറിക്കുന്ന പുല്ലുണ്ടല്ലോ നമ്മൾ വൃത്തിയാക്കുക, എന്തെല്ലാം ഒരുത്തേ കൂട്ടിയിട്ടിട്ട് മഴമേം കെട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഓരോന്നിന് വള്ളിക്ക് തന്നെ 4 ഉറ ഇട്ടിട്ട് ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ട് മണ്ണ് കാറ്റി കൊടുക്കുക. ഇങ്ങനെ തന്നെ പന്നിയോടൊന്നും വള്ളി ഉണ്ടാകും. ഇതെല്ലാം ഇപ്പം കുഴിച്ചിട്ട് കാളും കായലുമ്പോൾ സീമക്കൊഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത്. ഈമിൽ പിന്നെ നമുക്ക് വേറെ ഒരു കാലമാണെങ്കിൽ പിന്നെയും കൊടുക്കാമെന്ന് ചെയ്യുന്നത്. അപ്പോൾ 2 കൊല്ലം കൊണ്ട് 1.5 കൊല്ലം കൊണ്ട് ആദായം ഉണ്ടാകുന്ന സാധനം ആദായങ്ങൾ നമ്മൾ ആദായമാക്കി എടുക്കും. നമ്മളെ പറമ്പിൽ നിന്ന് 5 സെൻറ്റ് വല്ല ഉണ്ട് നമുക്ക് ഒരുപാട്. ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ. നമ്മളെ ഉള്ള സ്ഥലത്ത് നിന്ന് ഉള്ള പോലെ ആദായമാക്കി എടുത്തിട്ട് മുന്നേറ്റം നടത്തും. അതാണ്. അപ്പോൾ നമ്മൾ മുന്നേറ്റം നടത്തുമ്പോൾ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കും. ഒരിക്കലും നമ്മൾ പരാജയപ്പെടുകയില്ല. ഉള്ള സ്ഥലത്ത് നിന്ന് ഉള്ള സ്ഥലത്ത് നിന്ന് മുന്നേറ്റം നടത്തും. അപ്പോൾ മുന്നേറ്റം നടത്തി വീണ്ടും നമ്മൾ എന്ത് ചെയ്യൂ, നമുക്ക് അതിനുള്ള വന്നുകൊണ്ടിരിക്കും. നമ്മൾ മുന്നേറ്റം നടത്തും. അപ്പോൾ എന്തും അങ്ങനെയാണ്. എന്ത് സംഗതിയും മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരൊക്കെ എന്ത് ചെയ്യുക, മുന്നേറ്റം വന്നുകൊണ്ട് പോവുക. അപ്പോൾ ചോട്ടിലോട്ടല്ല കൊണ്ട് മുന്നേറ്റങ്ങൾ നടത്തുക. 1 സെൻറ്റും വന്ന് തൊട്ടിട്ട് മുന്നേറ്റം നടത്തുക. അതിൽ കൃഷി ചെയ്യുക, അതിലോരോന്ന് ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുക എന്നാൽ മറ്റേലും കൂടി കൃഷി. അപ്പം കൃഷി ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓരോന്നൊരു ഇത് വരും, ഒരു ഉന്മേഷം വരും. എന്താ കുറച്ച് ആദായങ്ങൾ കിട്ടുമ്പോൾ ഒരു ഉന്മേഷം വരും. എന്തെങ്കിലും ഒരു കൊക്കോ അല്ലെങ്കിൽ വേറെ ഒരു കായ്കൾ, അപ്പോൾ അടക്ക, കുരുമുളക്, കുറുവന്തെങ്കിലും തേങ്ങ. അപ്പോൾ ഓരോന്നും നമുക്ക് വരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മളും കൃഷി കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ കൃഷി ചെയ്ത് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിപ്പം ജൈവവളമാക്കി ഞാൻ ഒരാഴ്ച കൊണ്ടെടുക്കും എന്ന് കാണിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ കരിങ്കോട്ടിയം വള്ളിത്തലിയ ഇത് കണ്ടെങ്കിൽ ഇതിപ്പോൾ 8 മാസമായിക്കാളും. ഇതെന്തുമല്ല കൊടുത്ത് നോക്കി നിങ്ങൾ. ഇത് ഇതാണ്ടാ കപ്പത്തണ്ടുമ്മല ഇത് കൊടുത്തത്. ഇത് ഈ ഒരു കായൽ വേറെ വെച്ച് കൊടുക്കും. ഞാൻ ഇവിടെ ഈ ആയിരിക്കും ഒരു PVC പൈപ്പോ അങ്ങനത്തെ എന്തെങ്കിലും പടുത്തം വെക്കാം. അപ്പോൾ തലക്കാലം ഞാൻ കപ്പത്തണ്ടുമ്മല വെച്ച് ഇക്കൂർ തന്നെ ഇതിപ്പോൾ 6 മാസമായിക്കാളുള്ളൂ. ഇതിപ്പോൾ ഈമ തന്നെ കായ ഉണ്ടാകുമെന്ന് നോക്കുന്നത് കണ്ടല്ലോ. കണ്ണിത്തലെല്ലാം കണ്ടിക്കല്ലെങ്കിൽ കണ്ണിത്തല കണ്ടിക്കല്ലെങ്കിൽ ഇതെല്ലാം കണ്ണിത്തല്ല മോളോട്. ഇപ്പോൾ ഇക്കൂർ തന്നെ ഇപ്പോൾ മഴ തന്നെ കായക്കും. അപ്പോൾ നമ്മൾ നല്ലോണം വൃത്തിയായിക്കോളും. നമ്മളിപ്പോൾ നേഴ്സറി കൃഷി സ്ഥലത്താണല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനെ പുല്ലുമെല്ലാം പറിച്ച് ജൈവളമാക്കി ഇട്ട് കൊടുക്കുന്നത്. ഇതിനിപ്പം ചാണകപ്പൊടി ഇപ്പം മഴ വരുമ്പോൾ ചാണകപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് മണ്ണുമെല്ലാം കായ്ച്ചാൻ കൊണ്ട് പുല്ലെല്ലാം പറിച്ച് ജൈവവളമാക്കി എടുക്കുന്നത്. അപ്പോൾ പുല്ല് പറിച്ച് ജൈവവളമാക്കി എടുത്തിട്ട് നമുക്ക് വള്ളിക്ക് തന്നെ അതിനെ തന്നെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ അത് എടുത്തിട്ട് അതിനെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുന്നേറ്റം നടത്തുക. എല്ലാവരും ഇപ്പോൾ നിങ്ങളെല്ലാവരും കൃഷി സ്ഥലത്ത് ഇറങ്ങി സ്ഥലം നോക്കറി ഉള്ള സ്ഥലത്ത് നല്ല മുന്നേറ്റങ്ങൾ നടത്തുക. മുന്നേറ്റമാണ് നമുക്ക് ഇന്ന് കൃഷിയിൽ ഏറ്റവും